മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോടെ കാത്തിരുന്ന് വീക്ഷിക്കുന്ന ലേഡീസ് അവർ എന്ന പ്രിയ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സ്ത്രീ ശാക്തീകരണത്തിന്റെ വിശേഷങ്ങളുമായി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് പ്രിയദർശിനി. ഞാനൊരു അഡ്വക്കേറ്റാണ്. കോർപ്പറേറ്റ് ആൻഡ് കമേഴ്ഷ്യൽ ലോയിലാണ് എൻ്റെ ഏരിയ ഓഫ് പ്രാക്ടീസ്. അഡ്വക്കസി അല്ലാതെ പിന്നീട് ഞാൻ ഭരതനാട്യം പഠിക്കുന്നുണ്ട്, കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്, പിന്നെ ചെറുതായിട്ട് എഴുതും. ഫിലോസഫിയിൽ എനിക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ചില തോട്ട്സ് എഴുതാറുണ്ട്. എൻ്റെ തൂലികാനാമം വാക്ക് വിത്ത് ദർശിനി എന്നാണ്. പിന്നെ ഈയിടെ എന്നെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഹിമാലയത്തിലൊരു ട്രെക്കിന് പോയി. 14,500 ഫീറ്റ് ഉയരം താണ്ടി. അതാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. പ്രൊഫഷണൽ പാത്ത് പറയാനാണെങ്കിൽ ആദ്യം ഞാൻ എൻറോൾ ചെയ്തു. പിന്നെ ഒരു 5-6 വർഷം പ്രാക്ടീസിൽ തന്നെയായിരുന്നു ജൂനിയർ അഡ്വക്കേറ്റായിട്ട്. പിന്നെ അതിനുശേഷം ഈ ഗ്ലോബലൈസേഷനും എല്ലാം വന്നപ്പം നല്ലൊരു അവസരം വന്നു. ഒരു US ബേസ്ഡ് ലോ ഫേം അവരുടെ ഇന്ത്യൻ ഓഫീസ് കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ 10 വർഷം മുന്നേ അങ്ങനെ ഒരു അവസരം വന്നിട്ട് ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു മണ്ഡലത്തിലേക്ക് കയറി. അങ്ങനെ കഴിഞ്ഞ 10 വർഷം ഞാൻ ആ ഒരു ഫേമിൽ ജൂനിയർ അസോസിയേറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് കഴിഞ്ഞ വർഷം ഞാൻ അവിടുത്തെ ഇന്ത്യ ഓപ്പറേഷൻ ഹെഡായിട്ട് ഞാൻ റിസൈൻ ചെയ്തു ആക്ച്വലി. അതിനുശേഷം അപ്പം ആ ഒരു പീരിയഡിൽ ഒരു 8-10 വർഷമായി ആ ഒരു രംഗത്ത് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു തോന്നലായി എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പിന്നെ എനിക്കൊരു പ്രൊഫഷണൽ ബ്രേക്ക് വേണം എന്നുള്ളൊരു തോന്നൽ വന്നു തുടങ്ങി. അതായത് ജീവിതം അങ്ങ് തിരക്ക് പിടിച്ച് പോവുകയാണ്. പ്രാക്ടീസും കുടുംബം സൈഡ് ബൈ സൈഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ അതേ സൈഡ് ബൈ സൈഡ് വിവാഹം കഴിയുന്നു, കുട്ടികളാവുന്നു. എനിക്ക് 2 ആൺമക്കളുണ്ട്. അങ്ങനെ തിരക്ക് പിടിച്ചൊരു റാറ്റ് റേസ് എന്നൊക്കെ പറയുമല്ലോ, അതേ സ്പേസിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഹാപ്പി ലൈഫ് ആൻഡ് എവറിത്തിങ്. ഇതിനിടയിൽ എന്നെക്കുറിച്ച് പറയാനാണെങ്കിൽ ഞാൻ കുട്ടിക്കാലം മുതൽ ഭരതനാട്യവും കർണാട്ടിക് മ്യൂസിക്കിലും അമ്മ ആയിട്ട് എന്നെ കൊണ്ട് ചേർത്തിട്ടുണ്ട്. ഇത് 5 വയസ്സിൽ ഭരതനാട്യം പഠിച്ചു തുടങ്ങി. അന്ന് ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണല്ലോ നമ്മൾ സാധാരണ നാട്ടിൽ പഠിക്കാൻ കുട്ടികളെ ചേർക്കുമ്പോൾ ചേരുന്നത്. അപ്പം അങ്ങനെ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി അങ്ങനെ ഡാൻസിൽ 5-ാം വയസ്സിൽ ചേർന്നു. പിന്നെ ഒരു 8 വയസ്സായപ്പം ശാസ്ത്രീയ സംഗീതത്തിലും നല്ലൊരു ടീച്ചറിനെ കിട്ടി. അങ്ങനെ അമ്മ അതിനും ചേർത്തു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു 10-24 വയസ്സ് വരെ ഇത് രണ്ടും അഭ്യസിച്ച് പോന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കരിയർ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. കരിയറും പിന്നെ വിവാഹ ജീവിതവും എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിക്കപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ കലയും ഞാൻ ആസ്വദിച്ചിരുന്ന വേറെ കുറേ കാര്യങ്ങൾ, അതായത് ഈ ഭരതനാട്യവും ഇതൊക്കെ എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ, അപ്പം ഇതെല്ലാം എനിക്ക് സൈഡ് ലൈൻ ചെയ്യേണ്ടി വന്നു ലൈഫിൽ. എന്നിട്ട് മുന്നോട്ട് കരിയർ ലൈഫും പേഴ്സണൽ ലൈഫും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിച്ച് മുന്നോട്ട് പോയി. ഈ പറഞ്ഞ പോലെ പിന്നെ ഈ 10 വർഷം ഞാൻ ഈ കോർപ്പറേറ്റ് വേൾഡിൽ ജീവിച്ചുകൊണ്ട് പ്രാക്ടീസ് നല്ല രീതിയിൽ ഉദ്യോഗമൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഉൾവിളി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ നമുക്കൊരു തോന്നൽ വന്നു. എനിക്ക് ഐ വോണ്ട് ടു എക്സ്പീരിയൻസ് മൈസെൽഫ്. എന്തോ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. കോമ്പറ്റേറ്റീവ് വേൾഡിൽ അങ്ങനെ എന്താ പറയുക, ബാക്കിയെല്ലാം ഹാപ്പിയാണ്, പക്ഷെ എന്തോ ഒരു മിസ്സിങ്. അങ്ങനെ വന്നിരിക്കുന്ന സമയത്താണ് എനിക്ക് ഡാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പക്ഷേ എന്തുകൊണ്ട് പേഴ്സ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല ഡാൻസ് ഈ ഒരു കാലയളവിൽ. കാരണം നല്ല നല്ല ടീച്ചർമാരെ കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം യാത്ര ചെയ്യണം, എന്നിട്ട് വേണം ഈ ക്ലാസ്സുകളിലേക്ക് എത്താനും. പിന്നെ അങ്ങനെ വന്നിട്ട് ആ ഡെഡിക്കേഷൻ, ആ ടൈം കൊടുക്കുക. ഡെയിലി നമ്മൾ ഒരു ഡിസിപ്ലിൻ കയ്യിലെടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ട് അതൊരു ഡിസിപ്ലിനാണ്. ഡെയിലി അതനുസരിച്ച് അതിനും ഒരു പ്രാക്ടീസ് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഓർത്തിട്ട് ഞാനത് വേണ്ടാന്ന് വെച്ചാൽ വീട്ടിൽ വരും. നമ്മളൊരു പേരൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഡൈലമ വരും. ശനി ഞായറും കിട്ടുമ്പോൾ ഞാൻ ഡാൻസ് ചെയ്യുമോ അല്ലെങ്കിൽ
ഫാമിലിയുടെ കൂടെ ഇരിക്കുമോ, കുട്ടിയുടെ കൂടെ ഇരിക്കുമോ, അങ്ങനത്തെ ഒരു ഡൈലമാസ്, എല്ലാ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു പാരൻറ്റ് പോകുന്ന ഡൈലമാസ് കൂടെ ഞാനും പോകാൻ തുടങ്ങി. അങ്ങനെ വന്നിരിക്കുമ്പോഴാണ് എനിക്ക് വളരെ അത് വളരെ നാടകീയമായെന്ന് പറയാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്കൊരു നല്ലൊരു ടീച്ചർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കിട്ടി. കലാക്ഷേത്രയിൽ ഭരതനാട്യം പഠിച്ച് അവിടെ നിന്ന് പഠിച്ചു വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭരതനാട്യം ടീച്ചറായിട്ട് എനിക്ക് കിട്ടിയത്. അതെനിക്ക് ശരിക്കും ഒരു ഡെസ്റ്റിനി ആയിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഭരതനാട്യത്തിലേക്ക് സ്ട്രീം ലൈൻ ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് എൻ്റെ ഡാൻസ് ജീവിതം തിരിച്ച് പിടിക്കാൻ പറ്റി. കഴിഞ്ഞൊരു വർഷമായിട്ട് 1.5 വർഷമായിട്ട് 2-3 സ്റ്റേജുകളും പിന്നെ പ്രാക്ടീസ് സെഷൻസും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. കൂടെ ആ സമയത്ത് ശരിക്കും നമുക്ക് ആഗ്രഹമുള്ളത് ആ നിമിഷത്തിൽ അത് നമുക്ക് വരുമ്പം നമുക്ക് പിന്നെ 2 ചിന്തകൾ ഉണ്ടാവാറില്ല. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ഡൈലമ ഉണ്ടായിരുന്നു നേരത്തെ ആസ് എ പാരൻറ്റ്. അയ്യോ ഞാൻ ഇപ്പം വീട്ടിലിരുന്ന് കുട്ടീനെ നോക്കുമോ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ്സിൽ പോവോ. പക്ഷേ വെൻ ഇറ്റ് വാസ് റൈറ്റ് ടൈം ഫോർ മീ ടു സ്റ്റെപ്പ് അപ്പ് ഇൻ ടു ദിസ് ഫീൽഡ്, എനിക്ക് തോന്നുന്നു എനിക്ക് പിന്നെ ഒരു 2 ചിന്തകൾ വന്നില്ല. ഞാൻ ഈ ടീച്ചറിനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഞാൻ ഇത്ര നാൾ കാത്തിരുന്ന ടീച്ചർന്ന്. അതേപോലെ തന്നെ എനിക്ക് ഒരു നല്ലൊരു മ്യൂസിക് ടീച്ചറിനെ കിട്ടി. ജമിനി ആനിൽ എന്നാണ് പേര്. പുള്ളിക്കാരിയും ഇതേപോലെ എൻ്റെ ടീച്ചർമാരൊക്കെ ഞാൻ എവിടെ ആയിരുന്നു 10-24 വയസ്സിൽ ഞാൻ എവിടെ ഈ ഡാൻസും ശാസ്ത്രീയ സംഗീതവും ഡ്രോപ്പ് ചെയ്തോ അവിടെ നിന്ന് എന്നെ പിക്ക് ചെയ്ത് മേളിലേക്ക്, അതായത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്ന 2 ടീച്ചർമാർ, എന്നെ മനസ്സിലാക്കിയിട്ട് എന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന 2 ടീച്ചർമാരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നീട് എൻ്റെ വഴിയിൽ അങ്ങനെ പല രസകരമായ കാര്യങ്ങളും വന്നു ചേർന്നു അതിനിടയിൽ. അതിലൊന്നാണ് ഹിമാലയത്തിലേക്കൊരു ട്രെക്ക്. എൻ്റെ 2-3 ലോയർ ഫ്രണ്ട്സ് തന്നെ അവർ 2-3 ട്രെക്സായി ചെയ്യുന്നത്. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഉള്ളിലും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഐ വോണ്ട് ടു റിയലൈസ് മൈ സെൽഫ് ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ്. ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കുന്നത്, എന്നെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു പ്രാക്ടീസ് സെഷനിൽ, സ്റ്റേജസ് ചെയ്യുമ്പോൾ മാത്രമല്ല പ്രാക്ടീസ് സെഷനിൽ. അതുപോലെ തന്നെ സംഗീതം ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ സംഗീത ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി റിലീവ്ഡ് അല്ലെങ്കിൽ ഒത്തിരി ഫ്രീഡ് ഇൻഡിവിജ്വലായിട്ട് തോന്നാറുണ്ട്. അപ്പം അതേപോലെ പല ആക്ടിവിറ്റീസും ഞാൻ അങ്ങനെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മൾ ഫുള്ളി ഇൻവോൾവ് ചെയ്ത് ആ ഒരു കർത്തവ്യം ചെയ്യുക. അപ്പം അങ്ങനെ വന്നിട്ട് ഈ ഒരു ചാൻസ് കിട്ടി. എൻ്റെ പഴയ ക്ലാസ്മേറ്റ്സിനെ യാദൃശ്ചികമായിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായി. അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ഹിമാലയത്തിൽ ഹംറ്റ പാസ് എന്ന് പറയുന്നൊരു ട്രെക്ക് പാത്തുണ്ട്. 14,500 ഫീറ്റ് ആ ഉയരത്തിൽ ഞങ്ങൾ പോയി. നല്ല ഒരു ഭയങ്കര അനുഭവം തന്നെയായിരുന്നു. കാരണം അത്രയും ഹൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ കിട്ടത്തില്ല, ഓക്സിജൻ ലെവൽ വളരെ താഴും, നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. കാരണം തലവേദന ഉണ്ടാകും, പിന്നെ ഹാർട്ട് ബീറ്റ് റേസ് ചെയ്യും, നമുക്ക് ലിറ്ററലി മുന്നോട്ടൊരു കാല് അടി വെക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് നമ്മൾ പോകും. ചിലപ്പോൾ വിചാരിക്കും ഞാനിവിടെ മരിച്ച് വീഴുമോ എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകൾ. ഈ ട്രെക്ക് തുടങ്ങുന്നതിൻ്റെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ വെച്ച് ഈ ട്രെക്ക് ലീഡർ ഞങ്ങൾക്ക് ഈ ഫുൾ ട്രെക്കിനെ കുറിച്ചൊരു ബ്രീഫിംഗ് തന്നു. ആ മണാലിയിലായിരുന്നു ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ ഈ ട്രെക്കിൽ ഈ ബ്രീഫിംഗ് തന്നപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തിരിച്ചു ഓടണം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. കാരണം ഒരു പരീക്ഷയുടെ തലേ ദിവസം എങ്ങനെയാണോ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ പോയി. ഇത് ചെയ്യണമെന്നുകൊണ്ട് ചെയ്യണം, പക്ഷേ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു കാരണം അപ്പോഴറിയാന്ന് വെച്ചാൽ നമ്മൾ ഇത്ര ഹൈറ്റിൽ എത്തുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ എങ്ങനെയാണ്. ഞാൻ വിചാരിച്ച് ഞാൻ കുറച്ച് ക്ലാസിക്കൽ ഡാൻസും അതൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉണ്ട്. പിന്നെ അവരും കുറച്ച് ട്രെയിനിങ് ഒക്കെ പറയുമായിരുന്നു. കഴിഞ്ഞൊരു 1.5 മാസം ഈ ട്രെക്കിന് മുന്നേ 5 കിലോമീറ്റേഴ്സ് ഓടണം, ബ്രിസ്ക് റൺ ആൻഡ് വാക്ക് ഒക്കെ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചു. പക്ഷേ അവിടെ എത്തി ആ ബേസ് ക്യാമ്പിൽ വെച്ച് ഈ ഫുൾ കാര്യങ്ങളും നമ്മുടെ ട്രെക്ക് ലീഡർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ സാധിച്ചിരുന്നു, വീടിനടുത്തായിരുന്നു ഞാനിങ്ങനെ ഓടിപ്പോന്നു. ഇത് മൊത്തത്തിൽ പ്ലാൻ ക്യാൻസൽ ചെയ്തേനെ. പക്ഷേ തിരിഞ്ഞോടാൻ പറ്റില്ല. അങ്ങനെ പോയി ഈ ഹൈറ്റൊക്കെ കടന്നു. ഓരോ കാല് വെക്കുമ്പോഴും അടുത്ത കാല് എവിടെ വെക്കണം എന്ന്, ബിക്കോസ് റോക്കി ടെറൈനാണ് കംപ്ലീറ്റ്ലി. ആദ്യത്തെ ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിൽ കല്ലുകളാണ്. അപ്പം ഹൈറ്റ് ഉള്ളതും വലിയ കല്ലുകൾ, പാറക്കല്ലുകൾ. അപ്പം
നമ്മൾ ഒരു കാല് വെച്ച് പിന്നെ അടുത്ത കാല് വെക്കുന്നത് കാൽക്കുലേറ്റ് ചെയ്യണം. ആൻഡ് ഞാനൊരു ഫസ്റ്റ് ടൈം ട്രക്കറും ഇങ്ങനത്തെ ഒരു ഉയരത്തിലേക്ക്, ഒത്തിരി പേര് ഇത് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു രംഗത്ത് പോകാനുള്ള ചാൻസ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ 6 ദിവസം ഈ ഹിമാലയത്തിൽ രാത്രി ക്യാമ്പ് ചെയ്ത് ട്രെക്ക് ചെയ്ത്, ക്ലൈമറ്റ് ഏകദേശം 2-3 ഡിഗ്രിയിലേക്ക് താന്നു. 2-3 ഡിഗ്രി ആണെങ്കിലും നമുക്ക് ചിലപ്പോൾ മൈനസിൻ്റെ തണുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥകൾ. കാരണം വളരെ കാറ്റടിയുള്ള സ്ഥലവും ഒരു ഷെൽട്ടറും ഇല്ല. പർവ്വതങ്ങൾ തന്നെയാണ് ചുറ്റിനും, പിന്നെ കെട്ടിടങ്ങളില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാലാവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തോന്നും, കാലാവസ്ഥയുടെ ആ ഇഫക്റ്റ്. അപ്പോൾ അങ്ങനെ അതൊക്കെ താണ്ടി ഓരോ ദിവസവും ഓരോ ലേണിംഗ് ആയിരുന്നു എനിക്ക്. അതേപോലെ മേളിലെത്തി ഞങ്ങൾ പലർക്കും തലവേദന അനുഭവപ്പെട്ടു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരുന്നു, ഇത് മേളിൽ 14,500 അടിയിലെത്തണം, അപ്പം വിഷമിച്ച് ബുദ്ധിമുട്ടി പോകണോ, അല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ കീപ്പപ്പ് ചെയ്യും എന്നുള്ളായിരുന്നു എൻ്റെ മനസ്സിലെ ചോദ്യം. അപ്പം നല്ല ആറ്റിറ്റ്യൂഡ് വെച്ചാൽ വിഷമിച്ച് സങ്കടപ്പെട്ട ആറ്റിറ്റ്യൂഡിലും എനിക്ക് കയറാം. അപ്പം വാട്ട് ഈസ് മൈ കോൾ, ഹൗ ഷുഡ് ഐ കീപ്പ് അപ്പ് മൈ ആറ്റിറ്റ്യൂഡ്? കാരണം വിഷമിച്ച് പോയാലും ഞാൻ മേളിലെത്തും, സന്തോഷത്തോടെ പോയാലും മേളിലെത്തും. സോ ഐ ടുക്ക് ദ ചോയ്സ് ടു ബി ഹാപ്പി ഇൻ സ്പൈറ്റ് ഓഫ് ദർ വാസ് എ ഹെഡേക്ക്. ദർ വാസ് ചെറിയൊരു ചെവി വേദന ഒക്കെ ഉണ്ടായിരുന്നു. ബ്രീത്ത് ചെയ്ത് ട്രക്ക് ലീഡർ പറഞ്ഞ കുറേ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്ത് പിടിച്ച് ഞങ്ങൾ കയറി മേളിലെത്തി. ആ ഒരു ഫീലിംഗ് എനിക്ക് വാക്കിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. അതൊരു നല്ലൊരു അനുഭവമാണ്. എല്ലാവരും ചെയ്യണം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ്. പിന്നീട് ഇതെല്ലാം എനിക്ക് തോന്നുന്നത് എനിക്ക് എന്നെ തന്നെ അറിയാൻ പറ്റുന്ന ചില അവസരങ്ങളായിട്ട് ഞാൻ കരുതുന്നു. ഈ ട്രെക്കിംഗ് ആവട്ടെ, സംഗീതമാവട്ടെ, നൃത്തമാവട്ടെ, പിന്നെ ഞാൻ എഴുതുന്ന ആ ഒരു ചെറിയ ബിറ്റ്. ചില സമയത്ത് എഴുത്തിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഭയങ്കര എഴുത്തുകാരിയോ ഭയങ്കര നർത്തകിയോ ഭയങ്കര സംഗീതജ്ഞയോ ഒന്നുമല്ല. പക്ഷേ ഇതെല്ലാം ഈ ഒരു കാലയളവായിട്ട് എനിക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എന്നിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വ്യക്തിയെ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് അനുഭവപ്പെടുന്നു. നൃത്തമായിക്കോട്ടെ, ഏത് ആക്ടിവിറ്റിയും. ആൻഡ് അത് എന്നെ കൂടുതൽ മൈൻഡ്ഫുൾനെസ്സിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെറുതായിട്ട് എഴുതുന്നത് ഞാൻ പറയുള്ളൂ. വാക്ക് വിത്ത് ദർശിനി എന്നുള്ള തൂലികാനാമത്തിൽ. അത് ആക്ച്വലി അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലാക്കിയിട്ട് ഒരു 2 വർഷം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്കിത് പറയാൻ ഇത്തിരി മടിയുണ്ട്. പക്ഷേ ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ചെറുപ്പകാലത്ത്, അതായത് 10 ടീനേജിലും 20s ഒക്കെ ഞാൻ എൻ്റെ ഒരു ബുക്കിൽ ഞാൻ എഴുതുമായിരുന്നു. അതായത് ചില മൂഡ്, ചില വേവ് ഓഫ് മൈൻഡിൽ വരുമ്പം എനിക്കത് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പം ഞാൻ അതെല്ലാം ഒരു ബുക്കിൽ എഴുതി അങ്ങനെ പോവുമായിരുന്നു. പക്ഷെ അന്നൊന്നും ഇത് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ഞാനതങ്ങനെ എഴുതുമായിരുന്നു, അതിൻ്റെ ആ തോട്ട്സ്. അതും ജീവിതവും ആയിട്ടുള്ള കണക്ഷനും. എനിക്ക് ചിലപ്പം ഒരു ഇൻസ്പിറേഷൻസ് വരും. ചിലപ്പോൾ നേച്ചറിൽ നോക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ, ചിലപ്പോൾ അതും ലൈഫുമായിട്ടുള്ള കണക്ഷൻ, ഇങ്ങനെ. സോ അങ്ങനെ വന്നിട്ട് എനിക്ക് പിന്നീട് ഈ ഇടയായിട്ട്, ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുന്നെയാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഇത് പുറത്തേക്ക് എഴുതണം എന്നുള്ളത്. അതായത് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ഔട്ട്. നല്ല സംശയം ഉണ്ടായിരുന്നു, ആൾക്കാർ എന്നെ ഇങ്ങനെ കാണും, ഷീസ് ക്രേസി എന്നൊക്കെ തോന്നും. എന്ന് വെച്ചാൽ ഇസ് ഷീ നോർമൽ എന്ന് തോന്നാം. കാരണം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഡീപ്പായിട്ട് വരുന്ന തോട്ട്സ് ആൻഡ് സ്ലൈറ്റ്ലി ഫിലോസഫിക്കൽ ആൻഡ് വാട്ട് കംസ് ഫ്രം വിത്തിൻ, അതാണ് ഞാൻ അവിടെ എഴുതുന്നത്. പക്ഷെ എഴുതി കഴിഞ്ഞ് ഇപ്പം ഒത്തിരി അപ്രിസിയേഷൻ, പക്ഷെ ആരുടെ അപ്രിസിയേഷൻ ഞാൻ അങ്ങനെ ചോദിച്ചില്ല. പക്ഷെ ഇത് കണ്ടപ്പം ഓരോരുത്തരെ അപ്രിഷിയേറ്റ് ചെയ്ത് എന്നോട് പറയാൻ തുടങ്ങി, പ്രിയ നല്ലതാണ്, കീപ്പ് റൈറ്റിംഗ്. ഇതെല്ലാം ഇങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് പ്രൊഫഷനെ കുറച്ചൊന്ന് സ്ലോ ഡൗൺ ചെയ്തു. ഞാനൊരു സെമി ബ്രേക്ക് എന്ന് തന്നെ പറയും ഇപ്പം. ബേസിക്കലി ബിക്കോസ് എനിക്കൊന്ന് എന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. സോ എനിക്ക് എൻ്റെതായൊരു ടൈം ടേബിൾ ഉണ്ട്, അതിലൂടെ അങ്ങനെ പോകും. പിന്നെ നമ്പർ 1 ഫാമിലീസ് കോഓപ്പറേഷൻ ഓൺ ടോപ്പ് മൈ ഹസ്ബൻഡ്.
പുള്ളിക്കാരനൊരു ഫ്രണ്ട് പോലെയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും ഇതുപോലെ എനിക്ക് ഹിമാലയം പോകണം എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് തിങ് വാസ് ഞാൻ മടിച്ചാ പറഞ്ഞത്. എൻ്റെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ ഞാൻ വരാം നമുക്ക് പോവാമെന്ന് പറഞ്ഞെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അപ്പോൾ പോയിട്ട് വരൂ. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പിന്നെ എനിക്ക് തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല. കാരണം അത്ര ഈസി ആയിട്ടാണ്. അല്ലാതെ കുട്ടികളാരും നോക്കും. കാരണം ഒരു 10 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മണാലി എത്തുക, പിന്നെ ഈ 6 ദിവസം മലയിൽ. അതിൻ്റെ അകത്ത് ഞങ്ങൾ 4 പെണ്ണുങ്ങൾ മാത്രം. അപ്പം അതിൻ്റെതായ എന്തെങ്കിലും ചലഞ്ചസും റിസ്ക്കും പക്ഷെ ഒന്നും നോക്കിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു പോയിട്ട് വരൂ. പിന്നെ there was no looking back. അപ്പോൾ ഡെഫിനറ്റ്ലി മൈ ഫാമിലി, പിള്ളേരാണെങ്കിലും അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ആൻഡ് മൂത്ത മോന് 14 വയസ്സ്, രണ്ടാമത്തെ ആൾക്ക് 8 വയസ്സ്. അപ്പം രണ്ടുപേരും കോഓപ്പറേറ്റ് ചെയ്യും. പിന്നെ എളുപ്പം ഞങ്ങളല്ലാത്തപ്പോൾ ഒരുമിച്ചുള്ളപ്പോൾ വി മേക്ക് ദ മോസ്റ്റ് ഓഫ് ദ ടൈം വെൻ വി ആർ ടുഗെദർ. പിന്നെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ഓരോ ഇൻഡിവിജ്വൽസാണ്. നമ്മൾക്ക് ഓരോ ജേർണി ഉണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ പല റോൾസ് ഉണ്ട് ലൈഫിൽ. ഒരു വ്യക്തിക്ക് അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, മകള്, അങ്ങനെ പേഴ്സണൽ ലൈഫിൽ കുറേ റോൾസ് ഉണ്ടാവും. പിന്നെ അതുപോലെ പ്രൊഫഷണൽ ലൈഫിൽ ടീച്ചർ, ഡോക്ടർ, ആർട്ടിസ്റ്റ്, ലൈക്ക് എനിത്തിങ്, അങ്ങനെ ഒത്തിരി റോൾസ് ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ എന്ന വ്യക്തി, you as an individual, I as an individual, at some point we have to pursue ourselves and find and rediscover ourselves. ആൻഡ് അപ്പോഴേ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള ഗിഫ്റ്റ്സ് മനസ്സിലാവുള്ളൂ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു പീരീഡ് എത്തുമ്പം നമ്മളെല്ലാവരും ഒരു റാറ്റ് റേസിൽ ഇങ്ങനെ പെട്ട് ഓട്ടം തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളെ മറന്നു പോയിട്ടുണ്ട്. വർഷങ്ങളായിട്ട് നമ്മളെ മറന്നു പോയിട്ടുണ്ടാകും. ഒത്തിരി വ്യക്തികൾക്ക് അങ്ങനെ മറന്ന് അവർ കടന്നു പോകും. അപ്പം ചിലപ്പോൾ ഞാനിതൊരു ഭാഗ്യമായിട്ട് കാണുവാണ്. ഈ ഒരു പീരീഡിൽ എനിക്ക് ഇങ്ങനെ ഒരു വെളിവ് തോന്നിയിട്ട് ഐ എം പെർസ്യൂയിങ് മൈ സെൽഫ് റൈറ്റ് നൗ ആൻഡ് ദാറ്റ് ഇസ് ബിക്കം എ പ്രയോറിറ്റി ഫോർ മീ ടുഡേ. ഫാമിലി സപ്പോർട്ട് പറയാനാണെങ്കിൽ ദേ ആർ മൈ ബാക്ക് ബോൺ. എന്താ പറയുക, അതും പ്രത്യേകിച്ച് ഓൾ ദ മെൻ ഇൻ മൈ ഫാമിലി ആർ മൈ സ്ട്രെങ്ത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പറയാനാണെങ്കിൽ എൻ്റെ ഫാദർ ആവട്ടെ, ഹസ്ബൻഡ് ആവട്ടെ, ബ്രദർ ആവട്ടെ, എൻ്റെ ബാക്കി എല്ലാ ഫാമിലി മെമ്പേഴ്സും. ആൻഡ് ഐ വുഡ് സേ ദ മെൻ ആർ stronger strength for me to pursue everything that I am pursuing today. Future plans എന്ന് പറയാനാണെങ്കിൽ എനിക്കിങ്ങനെ അങ്ങ് പോകണം. അതായത് ഇപ്പോൾ ഇത്രയും നാൾ എനിക്ക് ലഭിച്ച കുറച്ച് ഗിഫ്റ്റ്സ്, അതായത് ഞാൻ റിയലൈസ് ചെയ്ത കാര്യങ്ങൾ, അതായത് നൃത്തമാവട്ടെ, സംഗീതമാവട്ടെ, ഓർ എനിത്തിങ്, ആൻഡ് മേ ബി ന്യൂ തിങ്സ് ടു, എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം. പ്രൊഫഷനും പേഴ്സണൽ ലൈഫിനോട് കൂടെ ഈ എൻ്റെ പെർസ്യൂട്ട് ഓഫ് മൈ സെൽഫ്, എനിക്ക് അത് മുന്നോട്ട് ഒരു തടസ്സം കൂടാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മളുടെ ജീവിതം നമ്മുടെ മുന്നിൽ ഇങ്ങനെ കണ്ണ് പൂട്ടി തുറക്കുമ്പം മാഞ്ഞു പോവുകയാണ്. ഇങ്ങനെയൊക്കെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. നമ്മളിതെല്ലാം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. രാവും പകലും ഇപ്പം ഡിസംബർ ടു ഡിസംബർ അല്ലെങ്കിൽ ജാനുവരി ടു ജാനുവരി ജീവിച്ചു പോകുന്ന അത്ര ഫാസ്റ്റ് പേസിലാണ് നമ്മുടെ ജീവിതം പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിയായിട്ട് മാറ്റി വയ്ക്കണം. ആൻഡ് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു കർത്തവ്യം, ഞാൻ പറയത്തില്ല ഡാൻസ് ചെയ്യുന്നോ, ഭരതനാട്യം ചെയ്യുന്നോ, കർണാട്ടിക് മ്യൂസിക് ചെയ്യുന്നോ, എഴുതുമെന്ന് പറയില്ല, എല്ലാവർക്കും യുണീക്ലി ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കർത്തവ്യം, അതായത് ചിലപ്പം പുസ്തകം വായിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ചിലരുടെ ഭയങ്കര പാഷൻ കുക്കിംഗ് ആയിരിക്കും, ചിലർക്ക് നിറ്റിംഗ് ആയിരിക്കും, ചിലർക്ക് ചുമ്മാ കുട്ടികളോട് കൂടെ സമയം ചിലവഴിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കർത്തവ്യം, അത് എന്നും കുറച്ച് സമയം നമ്മൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. പിന്നീട് ഇതിൻ്റെ ഇഫക്റ്റ് മൾട്ടിപ്പിൾസാണ്. ഇപ്പോൾ എന്നോട് നേരത്തെ ചോദിച്ചിരുന്നു ഇതിനെങ്ങനെ സമയം കണ്ടെത്തുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, വൺസ് വി സ്റ്റെപ്പ് അപ്പ് ടു പെർസ്യൂ അവർ സെൽഫ്, the time and everything will fall in place.